തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ ഒരു വിശപ്പ് നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ഈ ബെല്ലി ഫാറ്റ് കുടവയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സിമ്പിളായിട്ടുള്ള ടിപ്സ് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. പലർക്കും ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് സിവിയർ ആയിട്ടുള്ളൊരു അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ വിശപ്പ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു എനർജി ലോസ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു മെറ്റബോളിസം നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫാറ്റിനെ ബേൺ ചെയ്യുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിച്ചിട്ട് മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു വിശപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ വിശപ്പ് നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ നമ്മളെ തടി നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ നോക്കാം. ഒന്നാമത്തേത്, നിങ്ങളിപ്പം ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്തായാലും ഒരു ഹോൾ 1 മന്ത് ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇൻ ബിറ്റ്വീൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അത് ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അത് ഈ പറഞ്ഞിട്ടുള്ള മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനും അതേപോലെ തന്നെ വെയിറ്റ് ലോസിനും ഹെൽപ്ഫുള്ളാണ്. അതേപോലെ മറ്റെന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയും അത് കറക്റ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത്, നിങ്ങൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴായാലും സമയത്തിന് ആഹാരം കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, അതേപോലെ തന്നെ ലഞ്ചൊക്കെ ആയാലും പ്രോപ്പർ ടൈമിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഡിന്നറൊക്കെ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ലേറ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അപ്പോൾ ഡിന്നറൊക്കെ ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം സാലഡ്സ് തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി തേർഡ് തിങ്, വാട്ടർ ഇൻടേക്ക് ആണ് ഏറ്റവും അത്യാവശ്യം. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മിനിമം ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചുകൊണ്ട് ഒരിക്കലും അതൊരു വെയിറ്റ് ഗെയിനിലേക്ക് പോകുന്നില്ല. അപ്പം കൃത്യമായിട്ടുള്ള ഒരു വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഒരു മെയിൻ ഫുഡിൻ്റെ മുൻപായിട്ട് ഒരു സാലഡ്സ് ഉൾപ്പെടുത്തുക. അതിപ്പോൾ വെജ് സാലഡോ എന്തെങ്കിലും ഒരു സാലഡ് ഫോമിൽ, ഇപ്പം മുളപ്പിച്ച ധാന്യങ്ങൾ വെച്ചിട്ടുള്ള സാലഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സാലഡ്സ് മെയിൻലി കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഭക്ഷണത്തിന് മുൻപായിട്ട് ഒരു 1-2 ഗ്ലാസ് ഒരു അരമണിക്കൂറിന് മുന്നേ ആയിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ വയറ് ഫുള്ള് ആവാൻ ശ്രമിക്കും. അതേപോലെ തന്നെ വിശപ്പിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കുക. ആപ്പിളോ അല്ലെങ്കിൽ പേരയ്ക്കോ മൊസമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു ഗ്ലാസ് ജീരക വെള്ളമൊക്കെ ഭക്ഷണത്തിന് മുൻപായിട്ട് കഴിക്കുക. ഇതൊക്കെ ഡെയിലി കഴിക്കണം എന്നല്ല, ഈ ഒരു മെത്തേഡ് ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അമിതമായിട്ട് നമുക്ക് വിശപ്പ് വരുന്ന സമയത്ത് മധുര പലഹാരങ്ങൾ കഴിക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അത് നമുക്ക് പിന്നെയും വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതേപോലെ തന്നെ പ്രോബയോട്ടിക് ആയിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക. ഈ തൈര്, മോര് അല്ലെങ്കിൽ പഴങ്കഞ്ഞിയൊക്കെ നമ്മൾ ഒരു മെയിൻ ഫുഡിൻ്റെ മുൻപായിട്ട് പ്രിഫർ ചെയ്യുകയാണെങ്കിലും അതും നല്ല രീതിയിൽ ഗട്ട് റിലേറ്റ് ചെയ്തിട്ട് കംപ്ലയിൻറ്റ്സ് കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോബയോട്ടിക് ആയിട്ടുള്ള മോരോ അല്ലെങ്കിൽ സംഭാരോ ഒക്കെ ജസ്റ്റ് ഒരു ജിഞ്ചർ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കറിവേപ്പിലൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ വയറ് ഫുള്ളാവുകയും ചെയ്യും. മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ നട്ട്സ് നമ്മൾ ഭക്ഷണത്തിന് മുൻപായിട്ട് പ്രിഫർ ചെയ്യുക. ഒരു 10 to 15 ഗ്രാംസ് നട്ട്സ് നമ്മൾ ഡെയിലി ബേസിസിലൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അത് ഈ പറഞ്ഞിട്ടുള്ള മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യും, വെയിറ്റ് ലോസിന് ഹെൽപ്ഫുള്ളാണ്, വയറ് നിറഞ്ഞിരിക്കുന്നതാണ്. ദെൻ മറ്റെന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് ഇതിനോടൊപ്പം കറക്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഇനി നിങ്ങൾക്ക് ഗ്രീൻ ടീ ഒക്കെ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ പ്രിഫർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ബ്ലാക്ക് ടീ, പാൽച്ചായ അല്ല ബ്ലാക്ക് ടീ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിലും അതും ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എംപ്റ്റി സ്റ്റൊമക്കിലെയും മധുരപലഹാരങ്ങളും ദെൻ ജങ്ക് ഫുഡും ചായയും കാപ്പിയോ കുടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ഒരു ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇത്തരം ചായയും കാപ്പി കുടിക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ബ്ലാക്ക് ടീ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക. അതിൽ ജിഞ്ചർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സിനമണൊക്കെ ആഡ് ചെയ്ത് കുടിക്കാവുന്നതാണ്. ദെൻ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക. ആപ്പിള്, ഓറഞ്ച്, മൊസമ്പി, ദെൻ വെജിറ്റബിൾസിൽ നിങ്ങൾക്ക് കക്കിരി, ദെൻ ക്യാരറ്റ്, ബ്രൊക്കോളി, ഉള്ളിയൊക്കെ അത്യാവശ്യം കഴിക്കുക.
അത് നിങ്ങൾക്ക് ഹാഫ് ബോയിൽ ചെയ്ത് സാലഡാക്കി കഴിക്കാം, ഓറൽസ് അങ്ങനെ ഫ്രഷ് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. മുളപ്പിച്ച ആഹാരങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക. അത് ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യും, സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോൾ പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അത്യാവശ്യം വെള്ളം കുടിക്കുക. വാട്ടർ ഇൻടേക്ക് മസ്റ്റാണ്. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാൻ വാട്ടർ ഇൻടേക്ക് മസ്റ്റാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തായാലും ഒരു ഫാസ്റ്റ് ആൻഡ് സ്ലോ മൂവ്മെൻ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നടന്നുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഹെൽപ്ഫുള്ളാണ്. എങ്ങനെയാണ്? നമ്മൾ സ്പീഡിൽ ഒരു 5 മിനിറ്റ് നടക്കുക, പിന്നെ ദെൻ സ്പീഡ് കുറച്ചൊരു 5 മിനിറ്റ് നടക്കുക, അങ്ങനെ ഒരു സ്ലോ ആൻഡ് ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് അതിനോടൊപ്പം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ വെയിറ്റ് ലിഫ്റ്റിംഗ് വർക്കൗട്ടുകളോ സ്ട്രെങ്തനിങ് സ്ട്രെച്ചിങ് വർക്കൗട്ടുകളോ അതിനോടൊപ്പം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ, ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്സും ദെൻ വർക്കൗട്ടുകളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ വെയിറ്റും കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. ദെൻ മറ്റുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റം സിവിയാരിറ്റി കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.